പലയിടത്തും പാതയോരങ്ങളിൽ പല പ്രതിസന്ധികളാണ് നേരിടുന്നത്. നേരെ നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോവാം. മലപ്പുറത്ത് ദേശീയപാതയിലെ ഏക ടോൾ പ്ലാസയായ വെട്ടിച്ചിറയിലെ ടോൾ പിരിവിനെതിരെ മുസ്ലിം ലീഗ്. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകും മുൻപ് ടോൾ പിരിക്കുന്നതിനെതിരെയാണ് ലീഗിന്റെ പ്രതിഷേധം. വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ഇന്നാണ് ടോൾ പിരിവ് തുടങ്ങിയത്. ചില ജനപ്രതിനിധികൾ പ്രതികരിക്കുകയാണ്. അതിനെക്കുറിച്ച് കേൾക്കാം. കൃത്യമായും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, അത് ബഹുമാനപ്പെട്ട കോടതികൾ പറഞ്ഞതാണെങ്കിലും നാഷണൽ ഹൈവേയുടെ നിയമങ്ങളാണെങ്കിലും റോഡ് സേഫ്റ്റി ബോർഡിൻ്റെ അധികാരങ്ങളാണെങ്കിലും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഈ റോഡ് പൂർണ്ണമാക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധം. സ്വകാര്യ ബസ്സുകൾ ഹ്രസ്വദൂരം യാത്ര ചെയ്യുന്ന ബസ്സുകൾ ഒരു ദിവസം തന്നെ 5-6 തവണ തിരിച്ചും മറിച്ചും സഞ്ചരിക്കേണ്ടി വരും. അവർക്ക് ഈ ചുങ്കം ഈ രീതിയിൽ പിരിക്കുകയാണ് എങ്കിൽ ഒരു ദിവസം കിട്ടുന്ന വരുമാനം ചുങ്കം കൊടുക്കാൻ മാത്രമേ ഉണ്ടാവൂ. തീർത്തും ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് മുമ്പ് പണം പിരിക്കാനുള്ള ഉത്സാഹമാണ് ഭരണകൂടങ്ങൾ കാണിക്കുന്നത്. ഇതെന്തുമാത്രം ഒരു അനീതിയാണ്. ഇതിനെതിരായിട്ടാണ് ഈ മുസ്ലിം ലീഗ് സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മുബഷീർ പി അക്ബർ ചേരുന്നു വിശദാംശങ്ങളുമായി. മുബഷീർ, ടോൾ കൊടുക്കണം, പക്ഷേ എന്നാൽ അതിനനുസരിച്ച് സൗകര്യങ്ങളില്ല അല്ലെ? ബുദ്ധിമുട്ടി ജനം യാത്ര ചെയ്യണം. ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസയിലെ പ്രശ്നവുമായി ഇപ്പോൾ മുസ്ലിം ലീഗ് സമരം നടത്തുകയാണല്ലേ? എന്താണ് ജനപ്രതിനിധികൾ പറയുന്നത്? ജനം വലയുന്നത് എങ്ങനെയാണ്? രോഷ്നി, വളാഞ്ചേരി മുതൽ രാമനാട്ടുകര വരെ ഏകദേശം 39 കിലോമീറ്റർ സ്ട്രെച്ചിൽ വരുന്ന മലപ്പുറം ജില്ലയിലെ ദേശീയപാത കടന്നു പോകുന്ന മേഖലയിലെ ഏക ടോൾ പിരിവ് നടക്കുന്ന വെട്ടിച്ചിറ ടോൾ പിരിവിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. വെട്ടിച്ചിറ ടോൾ പിരിവ് ഇന്നാണ് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചത്. വിവിധ നിരക്കുകളാണ് വെട്ടിച്ചിറ ടോൾ നിരക്കിൽ വിവിധ വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രതിഷേധ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ജില്ലയിൽ ദേശീയപാത കടന്നു പോകുന്ന NH-66 കടന്നു പോകുന്ന പലയിടങ്ങളിലും ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണവുമായിട്ടാണ് ഇതിന്റെ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. ആ മേഖലകളിലൊക്കെ തന്നെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുരിയാട് പോലെയുള്ള മേഖലകളിൽ അപകടങ്ങൾ നേരത്തെ ഉണ്ടായതാണ്. തലനാരിഴക്കായിരുന്നു മനുഷ്യരുടെ ജീവൻ പോകാതെ അപകടങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടത്. സ്വാഭാവികമായിട്ടും അവയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധന അവിടെ നടത്തി കൃത്യമായുള്ള അറ്റകുറ്റപ്പണികൾ നടത്തണം. ദേശീയപാതയുടെ നിർമ്മാണം ജില്ലയിൽ പൂർത്തിയായാൽ മാത്രമേ ടോൾ പിരിക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ തിരൂർ, കോട്ടക്കൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വെട്ടിച്ചിറയിൽ ഒരു പ്രതിഷേധ സമരം നടന്നത്. കോട്ടക്കൽ MLA ആയിട്ടുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂർ MLA ആയിട്ടുള്ള കുറുക്കോളി മൈദീൻ എന്നിവർ തന്നെയായിരുന്നു ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത്. സമാധാനപൂർണ്ണം തന്നെയായിരുന്നു സമരം. പക്ഷേ ഇതൊരു സൂചനാ സമരമാണ്. വളരെ കൃത്യമായിട്ടും കുറ്റിപ്പുറത്ത് മേൽപ്പാലമാണെങ്കിലും കൂരിയാട്ട് റോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് പൂർണ്ണമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ ടോൾ പിരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ പ്രതിഷേധമായിട്ട് ടോൾ പിരിവിനെതിരെ രംഗത്ത് വന്നു. അതായത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് അവരുടെ സർവീസിനെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയായതുകൊണ്ട് തന്നെ അവരുടെ സർവീസിനെ ബാധിക്കാത്ത രീതിയിൽ ടോൾ പിരിക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന 2 ദിവസം അവിടെ ബസ്സുകളിൽ നിന്നും ടോൾ പിരിക്കില്ല എന്നുള്ളതാണ് നിലവിൽ ബസ് ഓണേഴ്സിനെ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കളക്ടറുമായി ചേർന്നുകൊണ്ടുള്ള ഒരു യോഗം വരും ദിവസം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും, പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സംഘടനാ പ്രതിനിധികളുമുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അവർ ഉന്നയിച്ച കാര്യം വളരെ കൃത്യമായി പരിഹരിച്ചാൽ മാത്രമേ ടോൾ പിരിക്കാൻ ഇനി അവിടെ അനുവദിക്കൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ കാസർഗോഡൊക്കെ തന്നെ കണ്ട രീതിയിലുള്ള വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് മുസ്ലിം ലീഗ് കടന്നേക്കും എന്നുള്ള സൂചനയും വളരെ കൃത്യമായിട്ട് അവർ നൽകുന്നു. ഇന്നിപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് ഏകദേശം 300 മീറ്റർ അകലെ നിന്ന് പോലീസ് പൂർണ്ണമായിട്ടും തടഞ്ഞ മേഖലയിൽ നിന്ന് സമാധാന പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗ് അവിടെ നിന്ന് പ്രതിഷേധിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അവർ ഉന്നയിച്ച ആവശ്യം അതുപോലെ പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് ലീഗ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ കൂരിയാട് റോഡ് തകർന്ന് വലിയ അപകടമുണ്ടായത് നമ്മൾ കണ്ടതായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിരിക്കുന്ന കരാർ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതത് മേഖലകളിലെ നാട്ടുകാരുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ പരിഗണിക്കാതെയുള്ള നിർമ്മാണ രീതി അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്നുള്ളത് അവർ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പ്രശ്നങ്ങളൊന്നും തന്നെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാത്തത് കൊണ്ട് തന്നെ അപകടങ്ങൾക്ക് ഇനിയും സാധ്യത കൂടുതലാണ്. അവ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടണം. അതോടൊപ്പം തന്നെ കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ സർവീസ് റോഡിൽ ഉൾപ്പെടെ അറ്റകുറ്റപ്പണികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായിട്ടും പൂർത്തിയായി
ജില്ലയിലെന്നല്ല ഈ മേഖല, ഈ പാത കടന്നു പോകുന്ന മുഴുവൻ മേഖലയിൽ ഔദ്യോഗികമായിട്ട് പാത തുറന്നു കൊടുക്കുന്ന സമയത്ത് മാത്രമേ ടോൾ പിരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് വിശേഷം നോക്കിക്കാണേണ്ടത്. ഒരു ഭാഗത്തെ മുസ്ലിം ലീഗ് പ്രതിഷേധം കടുപ്പിക്കുകയാണെങ്കിൽ തൃശ്ശൂരിലൊക്കെ കാണുന്ന രീതിയിൽ വലിയ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് തന്നെയായിരിക്കും വരും ദിവസം സാക്ഷ്യം വഹിക്കുക. ഓക്കെ, വെട്ടിച്ചിറയിലെ ഈ ടോൾ പിരിവിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിപ്പെന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ പ്രതിഷേധങ്ങളിലേക്കും സമരങ്ങളിലേക്കും കാര്യങ്ങൾ പോകുമ്പോഴും ദേശീയപാത അതോറിറ്റി എന്തു ചെയ്യുകയാണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടും എത്ര വിഷയങ്ങൾ, ഈ ദേശീയപാത നിർമ്മാണം, അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര പ്രതിസന്ധികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെയും ദേശീയപാത അതോറിറ്റി എന്താണ് പറയാനുള്ളത്, വിശദീകരണം നൽകാനുള്ളത്, ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്നുള്ളതൊക്കെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്.